പി.ടി. തോമസിനെയും കെ.പി. ധനപാലനെയും ഒഴിവാക്കി തൃശൂർ ഡി.സി.സിയുടെ സ്ഥാനാർത്ഥി പട്ടിക. കെ.പി.സി.സിക്ക് കൈമാറിയ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടികയിൽ സി.എൻ. ബാലകൃഷ്ണനും തേറമ്പിൽ രാമകൃഷ്ണനും ഉൾപ്പെടെ 5 സിറ്റിംഗ് എം.എൽ.എമാരും ഇടം പിടിച്ചിട്ടുണ്ട്. വി.എം. സുധീരൻ മണലൂരിൽ മത്സരരംഗത്തിറങ്ങിയാൽ സ്വാഗതം ചെയ്യാനും ഡി.സി.സി തലത്തിൽ തീരുമാനമെടുത്തു. ചാലക്കുടിയിൽ ആദ്യഘട്ടത്തിലെ ഉയർന്നുകേട്ട പേരാണ് പി.ടി. തോമസിന്റേത്. കൊടുങ്ങല്ലൂരിൽ കെ.പി. ധനപാലനും മത്സരരംഗത്തേക്ക് വരുമെന്ന് സൂചനകളുണ്ടായിരുന്നു. ഹൈക്കമാൻഡ് കെ.പി.സി.സിക്ക് നൽകിയ നിർദ്ദേശത്തിൽ ഇരുവരും ഇടം പിടിച്ചപ്പോൾ ജില്ലാ ഘടകം ഇതിനെ പ്രതിരോധിക്കുകയാണ്. ഇവരുടെ കാര്യത്തിൽ കെ.പി.സി.സി തീരുമാനം കൈക്കൊള്ളട്ടെ എന്നാണ് ഡി.സി.സിയുടെ നിലപാട്. നിലവിൽ 5 സിറ്റിംഗ് എം.എൽ.എമാർക്കും പ്രഥമ പരിഗണന നൽകിയാണ് ഡി.സി.സി പ്രാഥമിക ലിസ്റ്റ് കൈമാറിയിരിക്കുന്നത്. തൃശൂരിൽ തേറമ്പിൽ രാമകൃഷ്ണന് പുറമെ പത്മജ വേണുഗോപാലിനെയാണ് പരിഗണിക്കുന്നത്. വടക്കാഞ്ചേരിയിൽ മന്ത്രി സി.എൻ. ബാലകൃഷ്ണൻ മത്സരിച്ചില്ലെങ്കിൽ ഡി.സി.സി വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ അരങ്ങത്തിനെയോ അനിൽ അക്കരയെയോ പരിഗണിക്കും. ഒല്ലൂരിൽ സിറ്റിംഗ് എം.എൽ.എ എം.പി. വിൻസെന്റിന് പുറമെ ഡോക്ടർ നിജി ജസ്റ്റിനും സുന്ദരൻ കുന്നത്തുള്ളിയും പട്ടികയിലുണ്ട്. പി.എ. മാധവന് മണലൂരിൽ പ്രഥമ പരിഗണന നൽകുമ്പോൾ പ്രാഥമിക ലിസ്റ്റിൽ ടി.എൻ. പ്രതാപനുമുണ്ട്. മണലൂരിന് പുറമെ കയ്പമംഗലത്തും കൊടുങ്ങല്ലൂരിലും പ്രതാപന്റെ പേർ സജീവമാണ്. പുതുക്കാട് ജോസഫ് ടാജറ്റും സുന്ദരൻ കുന്നത്തുള്ളിയും പ്രാഥമിക ലിസ്റ്റിലുണ്ട്. ചാലക്കുടിയിൽ പത്മജ വേണുഗോപാലിനൊപ്പം ജോസ് വള്ളൂരിന്റെ പേരും പരിഗണിക്കുന്നു. കുന്നംകുളം CMPയിൽ നിന്നും ഏറ്റെടുത്ത ഡി.സി.സി പ്രസിഡന്റ് ഒ. അബ്ദുറഹ്മാൻകുട്ടി മത്സരിക്കണമെന്നാണ് ആവശ്യം. സംവരണ മണ്ഡലങ്ങളായ നാട്ടികയിലും ചേലക്കരയിലും കെ.പി. സുധീർ, സുനിൽ ലാലൂർ, സി.സി. ശ്രീകുമാർ, കെ.വി. ദാസൻ എന്നിവർ ഇടം പിടിച്ചിട്ടുണ്ട്. 13 മണ്ഡലങ്ങളിലായി 45 സ്ഥാനാർത്ഥികളാണ് ഡി.സി.സിയുടെ പ്രാഥമിക പട്ടികയിലുള്ളത്. തൃശൂരിൽ നിന്നും സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ.